കൊല്ലം കരുനാഗപ്പള്ളിയിൽ CPIM ലോക്കൽ സമ്മേളനങ്ങളെ വിഭാഗീയതയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി ജില്ലാ കമ്മിറ്റി. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. കരുനാഗപ്പള്ളിയിൽ പാർട്ടിയെ നയിക്കാൻ 7-അംഗ അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിച്ചുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പുനഃസംഘടിപ്പിക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി പാർട്ടി സഖാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതിനടിസ്ഥാനപ്പെടുത്തി ഇനി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകും. പാർട്ടിക്കാകെ പ്രയാസപ്പെടുത്തിയ ഇത്തരത്തിലുള്ള നിലപാടിനെ ഒരു തരത്തിലും പാർട്ടിക്ക് അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല. തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ച് പൊറിപ്പിക്കുകയും ചെയ്യില്ല. തെറ്റായ എല്ലാ പ്രവണതയെയും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ പാർട്ടി അച്ചടക്കം ലംഘിച്ച് നടന്ന പരസ്യ പ്രതിഷേധവും വെല്ലുവിളിയുമാണ് ശക്തമായ നടപടിക്ക് CPIM-നെ പ്രേരിപ്പിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററിന്റെ വാക്കുകൾ കടമെടുത്താൽ ലോക്കൽ സമ്മേളന പ്രതിഷേധം പാർട്ടിയെ പ്രയാസപ്പെടുത്തി. ഇത്തരം പ്രവർത്തനങ്ങൾ വെച്ചുപൊറിപ്പിക്കാനാകില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പാർട്ടി ശക്തമായ തീരുമാനമെടുത്തുവെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലും പറഞ്ഞു. തെറ്റായ പ്രവണതകൾ കാട്ടിയവരെ ഉൾക്കൊള്ളില്ല. ജനങ്ങൾ പാർട്ടിയുടെ കൂടെ നിന്നുവെന്നും മന്ത്രി പറഞ്ഞു. അത് വളരെ ശക്തമായ തീരുമാനം എടുത്തല്ലോ. സംഘടന എന്ന് പറഞ്ഞാൽ സംഘടനയായിട്ടേ പോകത്തുള്ളൂ. അതിനകത്ത് ഏതെങ്കിലും അബദ്ധത്തിലും തെറ്റിലൊക്കെ ആളുകൾ പോയി ചാടിക്കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ കുഴപ്പം വരും. എന്തായാലും വളരെ സ്ട്രിക്റ്റായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അത് മുന്നോട്ട് പോകും. അവിടെ ജനങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പാർട്ടിയുടെ ഒപ്പവും ഇടതുമുന്നണിക്കൊപ്പം നിൽക്കും. CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T മനോഹരൻ കൺവീനറായി 7-അംഗ അഡ്ഹോക് കമ്മിറ്റിയെ കൊല്ലത്ത് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റും തുടർന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റിയും നിയോഗിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.